ക്രിസ്തുവിനെ ക്രൂശിച്ച പൗരോഹിത്യവർഗത്തിന് ഈസ്റ്റർ ആഘോഷിക്കുവാൻ അവകാശമുണ്ടോ? മനുഷ്യന്റെ ദാരിദ്ര്യത്തിന് സാരി ഉടുപ്പിച്ച് നിർത്തിയാൽ എങ്ങനെയിരിക്കും? അതാണ് ഈ പരിപാടി. ഇപ്പം നമുക്ക് മഹാത്മാഗാന്ധിയെ ഓർമ്മയുണ്ട്, നമ്മളിൽ പലർക്കും ഓർമ്മയുണ്ട്. ഇപ്പം എൻ്റെ തലമുറയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ വിശുദ്ധ മെത്രാന്മാർ ഉപയോഗിക്കുന്ന ആഡംബര വസ്ത്രങ്ങളിട്ട് മാലയൊക്കെ തൂക്കി ഇങ്ങനെ വടിയൊക്കെ പിടിച്ച് തൊപ്പിയൊക്കെ വെച്ച് വഴിയിലൊന്ന് നടന്നാൽ ഒരു 10,000 ആളുകൾ വന്ന് ചിരിച്ച് മണ്ണ് കപ്പും. അതിലെ പോകുന്ന പട്ടി വരെ കടിച്ചെന്നിരിക്കും. കാരണം ഇതൊരു ആഭാസത്തരമാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്നലെ ദുഃഖവെള്ളിയാഴ്ച ആചരിച്ചു. ഇന്നും ആ ദുഃഖത്തിൻ്റെ ദുഃഖശനി എന്ന രീതിയിൽ ദുഃഖം കണ്ടിന്യൂ ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 2025 വർഷത്തിൽ പരമായി ക്രൈസ്തവർ ഒരു നിശ്ചിത ഇടവേളകളിൽ ഇതുപോലെ ദുഃഖിക്കുന്നു, പിന്നെ സന്തോഷിക്കുന്നു. യഥാർത്ഥത്തിൽ കർത്താവിനില്ലാത്ത ഇത്രയും ദുഃഖം ആവശ്യമുണ്ടോ? ദുഃഖം നമുക്കറിയാം, പല സാഹചര്യങ്ങളിൽ ആളുകൾ പ്രയോഗിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് നാടകത്തിൽ ദുഃഖത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ജനം വളരെയധികം ആസ്വദിക്കുന്ന ഒരു പദാർത്ഥമാണ് ദുഃഖം. അത് സ്വന്തം അനുഭവത്തിൽ ദുഃഖം പാടില്ല, സ്വന്തം ജീവിത അവസ്ഥയിൽ ദുഃഖം പാടില്ല. അങ്ങ് ദൂരെ നാടകത്തിൻ്റെ സ്റ്റേജിൽ ദുഃഖം അവതരിപ്പിച്ചാൽ അത് വളരെ ആസ്വാദ്യകരമാണ്. അത് കാണാനായിട്ട് ആളുകൾ ടിക്കറ്റിന് പൈസ കൊടുത്ത് വന്ന് കാണുകയും അത് ആസ്വദിച്ച് പലരും കണ്ണുനീർ വാർത്ത് സിനിമാ തിയേറ്ററുകളിൽ നിന്നും നാടകശാലയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന നമ്മളേവരും കണ്ടിട്ടുള്ളത്. രണ്ടാമത്, അങ്ങനെ നാടകീയമായി അവതരിപ്പിക്കപ്പെടുന്ന ദുഃഖം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ ദുഃഖം ആവിഷ്കരിക്കുകയും അവതരിപ്പിക്കുകയും അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും വരികയില്ല. ഈ ദുഃഖത്തിൻ്റെ അവസ്ഥ കണ്ട് യഥാർത്ഥത്തിൽ മനസ്സ് നൊന്ത് ആളുകൾ ആന്തരികമായ വ്യത്യാസം പ്രാപിച്ചാൽ പിന്നെ ഇത് അവതരിപ്പിക്കാൻ പറ്റില്ല. ഈ ദുഃഖം അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കണമെങ്കിൽ ഈ ദുഃഖത്തെ നാടകീയമായി അവതരിപ്പിക്കുന്നത് കൊണ്ട് അത് കണ്ടിരിക്കുന്ന കേട്ടിരിക്കുന്ന ആളുകളുടെ ഉള്ളിലോ ജീവിതത്തിലോ സ്വഭാവത്തിലോ യാതൊരു വ്യത്യാസവും വരരുത് എന്നതൊരു നിയമമാണ്. അപ്പോൾ അങ്ങനെ ഇത് സുനിൽ പറഞ്ഞതുപോലെ 2025 വർഷമായി ഇത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുവെങ്കിലും ഇനിയും 2000 വർഷവും ഇത് ആവർത്തിച്ചാലും ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയ്ക്ക് കഴിഞ്ഞ 2000 വർഷം ആയിരുന്ന അവസ്ഥയ്ക്ക് യാതൊരു വ്യത്യാസവും വരികയില്ല. ഇത് വളരെ ലാഭകരമായ ഒരു അവതരണമാണ്, ഒരു രീതിയാണ് എന്നാണ് തൽക്കാലം എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ശരിക്കും ഇന്നലെ അവരെ ദുഃഖിച്ചാൽ നമുക്കതിനകത്തൊരു കാരണമുണ്ട്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ തീരുമാനിച്ചത് ഈ സന്നദ്ധരീ സംഘമാണ്. അന്നേരം ക്രിസ്തുവിന്റെ ആ ക്രൂശുമരണത്തിന് ഉത്തരവാദികൾ, അല്ലെങ്കിൽ ക്രൂശുമരണത്തിലേക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുത്തത്, ആ ക്രൂശുമരണം അദ്ദേഹത്തിന് വിധിച്ചത്, ഒരു കള്ളന്റെ വില പോലും, ജീവന് പോലും ഇല്ലാത്ത വില ക്രിസ്തുവിന് നൽകാത്ത ആ പൗരോഹിത്യ വർഗത്തിന് തീർച്ചയായിട്ടും ഇന്നലെ കരയാൻ അവസരമുണ്ട്. കാരണം അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇദ്ദേഹം പുനരുദ്ധാനം ചെയ്തു, ഉയർത്തെണീറ്റു എന്ന്. അന്നേരം ഇന്നലെ അവർക്ക് കരയുന്നതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ ഈസ്റ്റർ എന്ന് പറഞ്ഞ ആ പ്രത്യാശയ്ക്ക് ഇവർക്ക് വകയുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ ഇവരുടെ ആഘോഷമാണ്. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സാധാരണ ആരും ചോദിക്കാൻ കൂട്ടാക്കാത്ത അല്ലെങ്കിൽ ധൈര്യം കാണിക്കാത്തൊരു ചോദ്യമാണ്. കൃത്യമായും യേശുവിൻ്റെ ക്രൂശീകരണം മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. കാരണം കൊല്ലാനുള്ള അധികാരം മതസംരക്ഷകർക്കുണ്ട്. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ നിയമത്തിൽ ദൈവദൂഷണം പറയുന്നവരെ, അതുപോലെ തന്നെ അവരുടെ ദൃഷ്ടിയിൽ ഏറ്റവും ഭീകരമായ അസന്മാർഗ രീതിയിൽ നടക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലാം. വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാം. ദൈവദൂഷണം പറയുന്ന ആളെയും കല്ലെറിഞ്ഞു കൊല്ലാം.
അങ്ങനെ കൊല്ലാൻ ഉള്ള അധികാരം ഇതിനകത്തുണ്ട്. അപ്പോൾ യേശുവിനെ കൊല്ലണം എന്ന് തീരുമാനിച്ചത് അവരുടെ സഭയാണ്. സഭയുടെ തലപ്പത്തിരിക്കുന്ന മഹാപുരോഹിതനാണ്. പുരോഹിത വൃന്ദങ്ങൾ എല്ലാവരോടും ചേർന്ന് നേടിയെടുത്തൊരു വലിയ നേട്ടമാണ് യേശുവിനെ കൊല ചെയ്തു എന്നത്. അപ്പോൾ അതിനുള്ള അവകാശം അതിനുണ്ട്. എന്നാൽ നമ്മുടെ ആളുകൾ, വിശ്വാസികളായ ആളുകൾ ഇന്നും മനസ്സിലാക്കാത്തൊരു കാര്യം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും സംഘടിത മതവുമായി പുലബന്ധം പോലുമില്ല. കാരണം ഇങ്ങനെയൊരു സാധ്യതയുണ്ട് എന്ന് പോലും സമ്മതിക്കുവാൻ സഭയുടെ അല്ലെങ്കിൽ സംഘടിതമായ ഒരു മതത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാധ്യമല്ല. അത് നാം ആദ്യം മനസ്സിലാക്കണം. കാരണം ഞാൻ പറയാം, ഇങ്ങനെ യേശു യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിദൂരമായി പോലും അന്നത്തെ മത മേലധ്യക്ഷന്മാരും മത കൗൺസിൽ അംഗങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ ഈ പണിക്ക് പോകുമായിരുന്നില്ല. ഇത് വെറും വൃഥായാണ്, ഈ അധ്വാനം വൃഥായാണ്, വെറുതെ 30 വെള്ളിക്കാശും ചെലവാക്കി ഒരു പ്രയോജനമില്ല, അവനെ കൊണ്ട് ക്രൂശിച്ചു, 3-ാം ദിവസം അവനാണ് എഴുന്നേറ്റ് പോന്നു എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ സഹിക്കും? അതുകൊണ്ട് തീർച്ചയായും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും മതപരമായിട്ടുള്ള കാഴ്ചപ്പാടും താല്പര്യങ്ങളും ആയി യാതൊരു ബന്ധവുമില്ല. പക്ഷേ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിരോധാഭാസം എന്താണ്? അത് ജനം മനസ്സിലാക്കണം. യേശുവിനെ ക്രൂശീകരിക്കുന്നവരും യേശുവിൻ്റെ പുനരുത്ഥാനത്തെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിനെ ഭയപ്പെട്ടവരാണ് ഇപ്പോൾ അതിനു വേണ്ടി അത് ഒരു ആഘോഷമാക്കി, സന്തോഷത്തിന്റെ ദിവസമാക്കി അവർ മാറ്റാൻ ശ്രമിക്കുന്നു. കൊല്ലുന്നത് കൊണ്ട് ലാഭം, ഉയർത്തെഴുന്നേൽക്കുന്നത് കൊണ്ട് ലാഭം. അങ്ങനെ വരുത്തി വെക്കാൻ ലോകത്തിലൊരു രാഷ്ട്രീയ നേതാവിനും പറ്റില്ല, ലോകത്തിലെ മറ്റൊരു വ്യവസ്ഥിതിക്കും പറ്റില്ല. ഇത് മതത്തിൽ കൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതായത് കൊല്ലുന്നത് കൊണ്ട് ലാഭം, ഉയർത്തെഴുന്നേറ്റാലും ലാഭം. അങ്ങനെ വരണമെങ്കിൽ ചിന്തിക്കാത്ത ആളുകളിൽ ഇത് പകർന്നു കൊടുത്ത് അവരെ വൈകാരികമായി സ്വാധീനിച്ച് ഇതിലുള്ള പരസ്പര വിരുദ്ധമായ ഘടകങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഈ വിരോധാഭാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ മത സംരക്ഷകർ ഇതൊരു കച്ചവടമായി കൊണ്ടുവരപ്പെടും. ഇപ്പം സാറ് പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഒരു സമകാലിക സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി അദ്ദേഹത്തെ ഇല്ലാതാക്കി കൊന്ന ആ കൊലയാളികൾ തന്നെ ഇദ്ദേഹത്തിന്റെ ആഘോഷം നടത്തുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ഓർമ്മ ദിനത്തിൽ ഒരു ആഘോഷം സംഘടിപ്പിച്ച് അതിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ആഘോഷം നടത്തിയിട്ട് പോലും ഈ വിശ്വാസി സമൂഹം എന്ന് പറയുന്ന ക്രിസ്തു എന്തിനു വേണ്ടിയാണോ തൻ്റെ സമയം സ്പെൻഡ് ചെയ്തത്, ക്രിസ്തു എന്താണോ ഇത് മനസ്സിലാക്കുവാൻ ശ്രമിച്ചത്, അത് ഇന്നും 2025 വർഷങ്ങൾക്ക് ശേഷവും ഈ വിശ്വാസി സമൂഹത്തിന് മനസ്സിലായില്ല എന്ന് വേണം നമുക്ക് കരുതുവാൻ. കാരണം അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊന്നു, അതിന് വിട്ടുകൊടുത്തു. കുരിശിൽ തറയ്ക്കുന്നതോടൊപ്പം തന്നെ 2 കള്ളന്മാരുടെ മധ്യേ അദ്ദേഹത്തെ കുരിശിൽ തറച്ചു. ഇദ്ദേഹം ഒരു കാരണവശാലും പിന്നീട് ആ മൃതദേഹം മോഷ്ടിച്ചുകൊണ്ട് പോയി അങ്ങനെ ഒരു അവകാശവാദം വരാതിരിക്കുവാൻ വേണ്ടി അതിന് കാവലേർപ്പെടുത്തി. എന്നിട്ടെല്ലാം ഇങ്ങനെയെല്ലാം പൗരോഹിത്യ ആ വൃത്തത്തെ തോൽപ്പിച്ച ആ ഒരു പുനരുത്ഥാനത്തെ ഇവർ തന്നെ സെലിബ്രേറ്റ് ചെയ്യുകയും ഏറ്റവും വലിയ ആഘോഷമാക്കുകയും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രജ്ഞർ ഇവരാണെന്ന് പറയണ്ടേ. കാരണം ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ കച്ചവട ദിനങ്ങളിൽ ഏറ്റവും ലുക്രറ്റീവ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന ദിവസമാക്കി മാറ്റി. ഈ പറയുന്ന ശുശ്രൂഷകളിലൂടെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ ജനങ്ങൾ പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നു, ഏറ്റവും കൂടുതൽ നേർച്ച കാഴ്ചകൾ കിട്ടുന്ന ദിനമാക്കി. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ദുഃഖ ശനി എന്ന ഇവരുടെ എന്താ പറയുക, ഒരു ഇൻട്രീം റിലീഫ്, ആ വലിയ സുദീർഘമായ ഒരു കച്ചവട പരിപാടികൾക്ക് ഒരു സ്റ്റേജ് ഷോയ്ക്ക് ശേഷം എടുക്കുന്ന ഒരു ഇൻട്രീം റിലീഫ് അല്ല ഇന്നത്തെ ദുഃഖവെള്ളി എന്ന് പറയുന്നത്. അതെ, ഇപ്പോൾ സുല്ലി പറഞ്ഞ വിഷയം, സൂചിപ്പിച്ച വിഷയം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിനെപ്പറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ കടമയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി ഞാൻ കരുതുന്നത്, യേശുവിൻ്റെ കഷ്ടാനുഭവം എന്നൊക്കെ പറയുന്നു, അത് യഥാർത്ഥത്തിൽ വരുമാനമാർഗമാകണമെങ്കിൽ ആരാണോ ഈ കഷ്ടം അനുഭവിച്ചത് ആ വ്യക്തിയുടെ വ്യക്തിത്വം അത്രമാത്രം മഹനീയമായിരിക്കണം. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ, ഒരു കുറ്റവാളിയെ പിടിച്ചു, അവനെ കൊണ്ട് ക്രൂശിൽ തറച്ചു, അവനെ കൊണ്ട് കുഴിച്ചിട്ടു, അതിനകത്ത് യാതൊരു കച്ചവടത്തിനും സാധ്യതയില്ല. അത് യഥാർത്ഥത്തിലൊരു വലിയ കച്ചവടത്തിനുള്ള വഴി തുറക്കാൻ കാര്യം
ഇവിടെയാണ് ഏറ്റവും വലിയ വിരോധാഭാസം നിൽക്കുന്നത്. അതായത് അതിൻ്റെ സാധ്യതയുടെ ഏക കാരണം ഈ ക്രൂശിൽ തറയ്ക്കപ്പെട്ട വ്യക്തിത്വം അത്ര മഹനീയമാണ്, മനുഷ്യബുദ്ധിയെ കവിയുന്ന, ലോകത്തിലെ ഒരു ഭാഷ കൊണ്ട് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്തൊരു വലിയ വലിയ വ്യക്തിത്വത്തെയാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുതലെടുക്കുന്ന ഒരു വ്യവസ്ഥിതി ഒരിക്കലും ജനത്തോട് പറയുകയില്ല, അവൻ്റെ വ്യക്തിത്വത്തിൽ കണ്ട വെളിച്ചം, ആ മാഹാത്മ്യം നിങ്ങളിലും ഉണ്ടാകണം എന്നൊരിക്കലും പറയില്ല. കാരണം അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം ജനങ്ങളിലേക്ക് പടർന്നു പിടിച്ചാൽ ഒരു വലിയ അപകടം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുവിൽ കണ്ട മനസ്സ് നിങ്ങളിലും ഉണ്ടാകട്ടെ. പക്ഷെ അതിന്ന് ആരും പറയില്ല, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഈ യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്നു, വെള്ളിയാഴ്ച ദുഃഖവെള്ളിയാഴ്ചയായിട്ട് ആചരിക്കുന്നു. അന്ന് ആത്മാർത്ഥതയില്ലാതെ ദുഃഖമുണ്ട് എന്ന നാടകശാലയിൽ അവതരിപ്പിക്കുന്നത് പോലെ എല്ലാവരും വന്ന് ദുഃഖം അനുഭവിക്കുന്നു, കഞ്ഞി കുടിക്കുന്നു, ചൊറുക്ക കഴിക്കുന്നു. എന്നാൽ അത് വെള്ളിയാഴ്ചയ്ക്ക് തിരശ്ശീല വീഴുമ്പോൾ അത് കഴിഞ്ഞു, പിന്നെ വേറൊരു പരിപാടിയാണ്. ഇത് കണ്ട ജനം ഇതിലടങ്ങിയിരിക്കുന്ന ആ ആത്മാർത്ഥതയില്ലായ്മ, ഞാൻ വഞ്ചന എന്ന വാക്ക് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്, അത് മനസ്സിലാക്കണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, യേശുവിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അപമാനം ഇതാണ്. കാരണം ആ വലിയ വ്യക്തിത്വത്തെ ഇതിനേക്കാൾ അധികം അപമാനിക്കുവാൻ മറ്റൊരു പണിയും വേണ്ട. അവൻ്റെ കഷ്ടപ്പാട്, ആ വലിയ വ്യക്തിത്വത്തിൻ്റെ കഷ്ടപ്പാട് നാടകീയമായി വർഷം തോറും ആചരിച്ച് അത് ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അസംസ്കൃത പദാർത്ഥമായി ഉപയോഗിച്ച് ഇങ്ങനെ പോകുകയാണ്. അവൻ എന്തിനു വേണ്ടി കഷ്ടം സഹിച്ചു, അങ്ങനെ കഷ്ടം സഹിച്ചത് കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ആത്മീയമായ അനുഗ്രഹമാണ് ഉണ്ടാകേണ്ടിയത്, ഇതിലൊന്നും യാതൊരു പ്രസക്തിയും കൊടുക്കാതെ അവനെ അടിച്ചു, അവനെ തുപ്പി, അയ്യോ അയ്യോ അതിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. യേശു പറഞ്ഞു, നിങ്ങളുടെ ഈ വൈകാരികമായ പ്രകടനം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല. യേശുമാരെ, നിങ്ങൾ എന്നെ പറ്റി കരയരുതെന്നാണ് യേശു പറഞ്ഞത്. അത് സമ്മതിക്കത്തില്ല, ഞങ്ങൾ കരഞ്ഞു വെക്കും, കരയാതെ വിടത്തില്ലെന്നാണ് പറഞ്ഞത്. ഇവര് ഈ പറയുന്ന ഇന്ന് ഈ കരച്ചിലിന് വേണ്ടുന്ന ഈ അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പുരോഹിത വൃത്തം ഏതെങ്കിലും തരത്തിൽ അവരുടെ ജനങ്ങളെക്കുറിച്ചോ അവരുടെ ഇടവകാംഗങ്ങളെക്കുറിച്ചോ അവരുടെ മക്കളെക്കുറിച്ചോ അവർ കൺസേൺ ആണോ? അവർ ഒരിക്കലും അവർ കൺസേൺ അല്ല. അതിനെപ്പറ്റി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ പറ്റി ഇങ്ങനെ ആണ്ടുതോറും വന്ന് പ്രൊഫഷണലായിട്ട് കരയുന്ന പുരോഹിത വർഗം, എനിക്ക് അവരോട് ചെറിയ ചോദ്യം ചോദിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മെത്രാനെ, പ്രിയപ്പെട്ട പുരോഹിതനെ, രണ്ട് കൈ കൂപ്പി ഞാൻ ചോദിക്കുകയാണ്, യേശു ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് അന്ന് യേശു ചെയ്ത ശുശ്രൂഷകൾ, അന്ന് യേശു എടുത്ത നിലപാടുകൾ, അന്ന് യേശു നടത്തിയ ഇടപെടലുകൾ അതുപോലെ ആവർത്തിച്ചാൽ നിങ്ങൾ അവനെ സഹിക്കുമോ, നിങ്ങൾ അവനെ പൊറുക്കുമോ ഇല്ലയോ? ഒരു ഉത്തരം പറഞ്ഞേ മതിയാകും. വളരെ 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 വ്യക്തമാണ്. നമുക്കറിയാം, ലൗദോക്യ സഭയുടെ അവസ്ഥയിൽ യേശുവിനെ വെളിയിൽ നിർത്തിയിരിക്കുകയാണ്, അകത്തോട്ട് കിടക്കാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് അവിടെയും അയ്യോ അവന് കഷ്ടം സഹിച്ചേ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചേ എന്ന് ദുഃഖ വെള്ളിയാഴ്ച ഇരുന്ന് മോങ്ങുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരു എന്താ പറയുക, ഹിപ്പോക്രസി, കപടഭക്തി, ആത്മാർത്ഥതയില്ലാത്ത ഈ അഭിനയം, ഈ നാടകം, ഇത് ജനം തിരിച്ചറിയാതെ നമുക്ക് യാതൊരു വിടുതലിനും പ്രത്യാശയില്ല എന്നത് തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. യേശു തന്നെ പറ്റി പറയുന്നത് ഞാൻ സത്യമാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കൂടെ അല്ലാതെ യേശുവിനോട് ബന്ധം പുലർത്താൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഈ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു ആചാരത്തിൽ പോലും സത്യത്തിന്റെ കണികയില്ല എന്നത് 40 വർഷത്തെ പുരോഹിത അനുഭവമുള്ള എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. ഇതിനകത്ത് സത്യം തൊട്ടു തേച്ചിട്ടില്ല. ആദ്യം മുതൽ അവസാനം വരെ ഇത് അഭിനയം മാത്രമാണ്. അഭിനയം എവിടെയൊക്കെ ആവർത്തിക്കുന്നുണ്ടോ അത് മുഴുവൻ ലാഭത്തിന് വേണ്ടിയാണ് എന്നത് സാമാന്യ ബുദ്ധിയാണ്. ഇത് ജനം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ അർത്ഥശൂന്യമായ ആവർത്തനങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകുകയുള്ളൂ എന്നാണ് എനിക്ക് വളരെ വിനീതമായി ഇവരോടും പറയാനുള്ളത്. അതുപോലെ നമ്മൾ അഭിമാനിക്കുന്നു, നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നു. കഴിഞ്ഞ 2025 വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് നോക്കുകയുമ്പോൾ നമുക്ക് മാനസികമായി യാതൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പാക്കത്തക്ക പല കാര്യങ്ങളുമല്ലേ. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മാതിരി കൊല്ലാൻ വിധിച്ചവർ, കൊല്ലാൻ എല്ലാ ക്രമീകരണവും ചെയ്ത കൊലയാളികൾ ഇന്ന് കൊല ചെയ്യപ്പെട്ട ആ ഇരയെ അവരുടെ ഒരു മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് ആക്കി മാർക്കറ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കർത്താവായ യേശു മിശിഹ ക്രൂശിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രവിധാനം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അർദ്ധനഗ്നനായി ഒരു ഏറ്റവും
ലളിതമായ ഒരു വസ്ത്രധാരണം ഉണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ സാറിൻ്റെ ഭാഷ കടമെടുത്താൽ വിശുദ്ധ കച്ചിത്തുറുക്കൾ, ഈ കച്ചിത്തുറുവുമായിട്ട് ഈ വേഷവും കെട്ടി ഈ നടക്കുന്ന ഇവന്മാരെ കാണുമ്പോൾ, ഇവരെ വണങ്ങുമ്പോൾ ക്രിസ്തുവിനെ മറന്ന് ഇത്തരമുള്ള ഈ വിശുദ്ധ കച്ചിത്തുറുകളുടെ പുറകെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഒരു മാനസിക വളർച്ചയുണ്ടായി? ഇത് മാനസിക വളർച്ച ഉണ്ടാകാത്തതാണോ, അതോ ഈ പ്രതിഭാസത്തിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പ്രതിഭാസത്തിന് നമുക്ക് പറയാവുന്ന ഒരേ ഒരു 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 പരാമർശം, മനുഷ്യൻ്റെ ദാരിദ്ര്യത്തിന് സാരി ഉടുപ്പിച്ച് നിർത്തിയാൽ എങ്ങനെയിരിക്കും, അതാണ് ഈ പരിപാടി. ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കട്ടെ. ഇപ്പം നമുക്ക് മഹാത്മാഗാന്ധിയെ ഓർമ്മയുണ്ട്, നമ്മളിൽ പലർക്കും ഓർമ്മയുണ്ട്. ഇപ്പം എൻ്റെ തലമുറയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ വിശുദ്ധ മെത്രാന്മാർ ഉപയോഗിക്കുന്ന ആഡംബര വസ്ത്രങ്ങളിട്ട് മാലയൊക്കെ തൂക്കി ഇങ്ങനെ വടിയൊക്കെ പിടിച്ച് തൊപ്പിയൊക്കെ വെച്ച് വഴിയിലൊന്ന് നടന്നാൽ ഒരു 10,000 ആളുകൾ വന്ന് ചിരിച്ച് 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 മണ്ണ് കപ്പും. അതിലെ പോകുന്ന പട്ടി വരെ കടിച്ചെന്നിരിക്കും. കാരണം ഇതൊരു ആഭാസത്തരമാണ്. എന്നാൽ നമ്മുടെ മത നേതാക്കന്മാർക്ക് ഇതില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് വ്യക്തിത്വത്തിൽ അവർ അലങ്കരിക്കുന്ന പദത്തിന് അനുയോജ്യമായ മാഹാത്മ്യമില്ല എന്ന ദാരിദ്ര്യം മറച്ചു വെക്കണമെങ്കിൽ കൂടുതൽ 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 വസ്ത്രം ധരിക്കുകയും ഏറ്റവും വിലയേറിയ വസ്ത്രം ധരിക്കുകയും മനുഷ്യരുടെ കാണുന്ന ആളുടെ കണ്ണഞ്ചപ്പിക്കുന്നതിലുള്ള ആഭരണങ്ങൾ, സ്ത്രീകൾ പോലും ഇത്രയും ആഭരണം ഉപയോഗിക്കത്തില്ല. ഇടുന്ന മാലയുടെ ഒക്കെ വണ്ണവും പൊണ്ണവും ഒക്കെ കണ്ടാൽ അപ്പൊ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്. കാരണം ഇതില്ലാതെ അവരെവിടെങ്കിലും ഒന്ന് നിന്നാൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഗാന്ധിയെ പോലൊരു വ്യക്തി, വ്യക്തിത്വത്തിൽ വെളിച്ചവും ഗാംഭീര്യമുള്ളൊരു വ്യക്തി ഇപ്രകാരമുള്ള വസ്ത്രം ധരിച്ചാൽ ആളുകൾ ചിരിക്കും. എന്നാൽ ഇവരങ്ങനെയുള്ള വസ്ത്രം ധരിച്ചില്ലെങ്കിലും ആളുകൾ ചിരിക്കും. ഈ അവസ്ഥയിലാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം എന്ത് എന്ന് തിരിച്ചറിയുവാൻ ക്രിസ്ത്യാനി കൂട്ടാക്കാത്തത് കൊണ്ട് വരുന്ന തട്ടുകേടുകളാണിത് മുഴുവൻ. അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ഈ വലിയ പ്രഹസനത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത്ര ഈ പറയുന്ന ദിവസങ്ങളെങ്കിലും കാര്യമായ തിരക്കുകളൊന്നുമില്ലാതെ അവർ ചിന്തിക്കുവാൻ ആവശ്യം സമയം കിട്ടുന്നുണ്ട്. ഈ ദുഃഖവെള്ളിയെന്നും ദുഃഖശനിയെന്നും ഈസ്റ്റർ എന്നും പറയുന്നുള്ള ഈ 3 ദിവസങ്ങളിൽ കാര്യമായ അവരുടെ ജോലികളിൽ നിന്നൊക്കെ ഒഴിവായി ഇരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കണമേ എന്ന് അപേക്ഷിക്കുവാൻ വേണ്ടിയാണ് i2 ന്യൂസ് ഇന്ന് ഇപ്രകാരം ഒരു ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് വളരെയേറെ സന്തോഷമുണ്ട് സാറ് എന്നെ നമുക്ക് കിട്ടിയതിൽ. കാരണം i2 സുനിൽ മാത്യു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു അൽമായനായ അല്ലെങ്കിൽ ഒരു സാധാരണ മുണ്ണക്കുഞ്ഞാടായ സുനിൽ മാത്യു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്നെ ക്രൂശിക്കുന്നത് ഇത് ആത്മീയതയുടെ അനന്ത തലങ്ങളെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത ഒരു അറിവില്ലാ പൈതലിൻ്റെ ചില ജൽപ്പനങ്ങൾ എന്ന രീതിയിലാണ് ഈ പറയുന്ന സോ കോൾഡ് പൗരോഹിത്യ വൃദ്ധം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 40 വർഷത്തിലധികമായി ഒരു പുരോഹിതനായ സേവനമനുഷ്ഠിക്കുകയും ഈ ആത്മീയതയുടെ, ഈ കപടത ആത്മീയതയുടെ എല്ലാ തലങ്ങളും അനുഭവിക്കുകയും അറിയുകയും ഈ പൗരോഹിത്യ വർഗത്തിൻ്റെ സകല കുടിലതയ്ക്കും മ്ലേച്ഛതകൾക്കും ഇരയുമായി മാറിയിരുന്ന ഇവരെക്കുറിച്ച് ഇവരെ കൃത്യമായി വിലയിരുത്താൻ പറ്റാവുന്ന അങ്ങയെപ്പോലുള്ള ഒരാളുടെ വായിൽ നിന്നും തന്നെ ഇത്തരമുള്ള സത്യങ്ങൾ കേൾക്കുമ്പോഴെങ്കിലും ഇവർ ചിന്തിക്കുകയും ആത്മാർത്ഥമായി ഇവരൊന്ന് വിചിന്തനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് ഇത്തരം ഒരു ചർച്ച നടത്തുന്നത്. ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട് ഞാൻ പറയാം. ഇപ്പം യേശുവിനെ ക്രൂശിൽ തറച്ചതിനെ പറ്റി സങ്കടമുണ്ട്. അത് ആത്മാർത്ഥമാണെന്ന് നമുക്ക് വിചാരിക്കാം. സങ്കടം. അപ്പോൾ യേശുവിനെ ക്രൂശിൽ തറയ്ക്കാനായിട്ട് ഉപയോഗിച്ച തന്ത്രം എന്തായിരുന്നു? കാശ് കൊടുത്ത് അവനെ വാങ്ങിച്ചു. ആണല്ലോ. അപ്പം കാശിന് ആത്മീയ അല്ലെങ്കിൽ മതപരമായ അല്ലെങ്കിൽ ദൈവീകമായ കാര്യത്തിലുള്ള ആധിപത്യം, അതാണല്ലോ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മർമ്മം. കാശ് കൊണ്ട് ദൈവത്തെ വാങ്ങിക്കാം എന്ന മർമ്മമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. യേശു അതിൻ്റെ ഇരയായിരുന്നു. അതിന് യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, യേശു ഇരയായത് എങ്ങനെയാണ്? കാശ് കൊണ്ട് ദൈവത്തെ വാങ്ങിക്കാം
എന്ന മതപരമായ അടിസ്ഥാന പ്രമാണത്തിൻ്റെ ഇരയായിരുന്നു യേശു. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇരയായ യേശുവിനെ പറ്റി നമ്മളങ്ങ് ദുഃഖിക്കുകയാണ്. ദുഃഖിച്ച് കരഞ്ഞ് 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 കുളമാക്കുക. എന്നാൽ അതുകൊണ്ട് അതിനകത്ത് അല്പമെങ്കിലും ആത്മാർത്ഥയോട് കണികയുണ്ടെങ്കിൽ, സാധാരണ ചിലത് മനസ്സിലാക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ, അതിനകത്ത് ആത്മാർത്ഥയോട് കണികയുണ്ടെങ്കിൽ ഈ പുരോഹിതവർഗം പറയണം, ഞങ്ങൾ പണത്തിൻ്റെ ആധിപത്യം ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഒരു ശുശ്രൂഷയിലും പണത്തിൻ്റെ മണം തട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ലാഭേച്ഛ കൊണ്ട് ഈ പണി നടത്തുകയില്ല. എന്ന് മാത്രമല്ല, സഭ നടത്തുന്ന ഒരു സ്ഥാപനങ്ങളിലും കൈക്കൂലി വാങ്ങിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അഡ്മിഷൻ ആകട്ടെ, അപ്പോയിൻമെൻ്റ് ആകട്ടെ. ഞാൻ നരകതുല്യമായ യാതന അനുഭവിച്ചത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ സീറ്റ് വിൽക്കാൻ അനുവദിക്കുകയില്ല എന്ന് ഡൽഹി ബിഷപ്പിനോട് പറഞ്ഞപ്പോൾ ഒരു കടലാസും പേനായും എൻ്റെ മുഖത്തോട്ട് എറിഞ്ഞിട്ട് പറഞ്ഞ് രാജിവെക്കടാന്ന് പറഞ്ഞു. മനസ്സിലാക്കണം. അപ്പം അതേ മാന്യൻ ദുഃഖവെള്ളിയാഴ്ച വരുമ്പോൾ അവിടെ നിന്നോട് കരയും. ഈ ഈ ഈ ഹിപ്പോക്രസി കണ്ട് കണ്ട് ഞാൻ മടുത്തു. ഈ ദുഃഖവെള്ളിയാഴ്ച ഈ നാടകം കളിക്കുന്ന ഏതെങ്കിലും മെത്രാനോ പുരോഹിതനോ പൊതുരംഗത്ത് നിന്നെന്ന് പറയാമോ, യേശുവിനെ ഇപ്രകാരം ആക്കി വെച്ച ഈ പ്രധാനപ്പെട്ട മർമ്മം, അതായത് ദൈവത്തെ പോലും പൈസ കൊണ്ട് ഞങ്ങൾ വാങ്ങിക്കുമെന്ന മതത്തിൻ്റെ ധിക്കാരം, അത് ഞങ്ങൾ യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി ഞങ്ങൾ ദുഃഖിക്കുന്നു, ഞങ്ങളത് ഉപേക്ഷിക്കുകയാണ് എന്ന് പറയാൻ നട്ടുള്ള ഒരുത്തിനെ കാണിക്കാം ഇവിടെ. ഇത് ജനം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ യാതൊരു വിധത്തിലും ഒരു വിടുതലിന് അർഹരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ സാർ, അതായത് ഈ ഇമോഷൻസിൻ്റെ, ഈ മനുഷ്യൻ്റെ ഇമോഷനുകളെല്ലാം സാധാരണഗതിയിൽ സെല്ലബിൾ ആയിട്ടുള്ള ഇമോഷൻസ്, സന്തോഷം, അതല്ലെങ്കിൽ പലതരത്തിലുള്ള വികാരങ്ങളെ നമുക്ക് സെല്ല് ചെയ്യാം. ചില പ്രത്യേക വികാരങ്ങളെ നമുക്ക് സെല്ല് ചെയ്യാൻ പൊട്ടൻഷ്യൽ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാലാകാലങ്ങളിൽ. എന്നാൽ സകലമാന ഒരു മനുഷ്യൻ്റെ സകലമാന വിചാരങ്ങളെയും ഇത്രയും തന്മയത്വത്തോടെ വിൽക്കാനുള്ള ഒരു കഴിവ് കാലാകാലങ്ങളായി ഇതൊരു കച്ചവടമാണെന്ന് തോന്നാത്ത രീതിയിൽ അത്രയും കൈയടക്കത്തോടെ വിൽക്കാനുള്ള സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, അനുതാപമായിക്കോട്ടെ, ജനനമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, അതെ, തോൽവി ആയിക്കോട്ടെ, ജയമായിക്കോട്ടെ, പരാജയമായിക്കോട്ടെ, ഈവൻ അത്തരത്തിലുള്ള എല്ലാ അവസരങ്ങളെയും, അതുപോട്ടെ മരണം കഴിഞ്ഞാലും പിന്നെ അതിന്റെ ഓർമ്മകളെ, പിന്നെ ഈ നാമത്തിൽ കച്ചവടമായി നടന്ന വിശുദ്ധീകരണം വരെ പോകും. അത് മാത്രമല്ല, ഈ നാമത്തിൽ വേഷം കെട്ടി നടക്കുന്നവന്മാർ ഏതെങ്കിലും തരത്തിലുള്ള ഇടിമരണം ബാധിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ അവൻ ആത്മഹത്യപ്പെട്ടവനോ കൊലപാതകപ്പെട്ടവനോ അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും തരത്തിലൊരു മാറാവ്യാധി മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരങ്ങളുടെ തിരുശേഷിപ്പുകൾ ആണെന്ന് പറഞ്ഞ് അവന്റെ അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ട് അതിനെ ആരാധിക്കുന്ന കച്ചവടങ്ങൾ. അന്നേരം ഇത്രയും സമൃദ്ധമായ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിവുള്ള ഒരു വിഭാഗം ഈ ലോകത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത് ഞാൻ പണ്ടൊരു പുസ്തകം വായിച്ച ഓർമ്മ വരുന്നത്, എൻ്റെ ഡീറ്റെയിൽസ് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആശയം, പുരോഹിതന്മാർ പൂച്ച പോലെയാണ്. ഒരു പൂച്ചയെ മേപ്പോട്ടെറിഞ്ഞാൽ എങ്ങനെ എറിഞ്ഞാലും നാലുകാലേ വന്ന് വീഴും. അപ്പോൾ അതുകൊണ്ട് ജയിച്ചാലും അവർക്ക് പൈസ ഉണ്ടാകും, തോറ്റാലും പൈസ ഉണ്ടാകും. വലിയ കൊയ്ത്തുണ്ടായാലും പൈസ ഉണ്ടാകും, ക്ഷാമമാണെങ്കിലും അവർക്ക് പൈസ ഉണ്ടാകും. ആൾക്ക് രോഗം വന്നാൽ പൈസ ഉണ്ടാകും, അവർക്ക് സൗഖ്യം വന്നാൽ പൈസ ഉണ്ടാകും. അപ്പം അത് പുരോഹിതന്മാർ പൂച്ച പോലെയാണ് എന്ന് പണ്ട് ഇവിടെ ഒരു പുസ്തകത്തിൽ വായിച്ച് ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യരെ ചിന്തിക്കുവാൻ അനുവദിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ മനുഷ്യന് വികാരം ആവശ്യമാണ്. മനുഷ്യന് തലച്ചോറ് പോലെ ഹൃദയവും ആവശ്യമാണ്. ഹൃദയത്തിലാണ് വികാരത്തിൻ്റെ ഇരിപ്പിടം എന്നൊക്കെ ഒരു സങ്കല്പമാണ്. അത് സയൻസ് അല്ല, സങ്കല്പമാണ്. അപ്പോൾ മനുഷ്യൻ രണ്ടും ഒന്നുപോലെ ആവശ്യമാണ്. പക്ഷെ പ്രശ്നം വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, ചിന്താശക്തി നശിപ്പിച്ച് വികാരത്തിൽ മാത്രം അവനെ കെട്ടിയിടുമ്പോൾ വികാരം അവൻ്റെ ശത്രുവായിത്തീരും. അതേസമയം ചിന്തിക്കുന്നതിൽ കൂടെ വികാരവും വികാരത്തിൽ കൂടെ ചിന്തയുമാകുമ്പോൾ അതവൻ്റെ അനുഗ്രഹമായി തീരും. മതത്തിൽ വരുമ്പോൾ ഒരു കാലത്തും മനുഷ്യന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല. ഇന്നും അത് തന്നെയാണ്. മതസ്വാതന്ത്ര്യത്തിൽ ഇല്ലാത്തത് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അതിൽ തന്നെ ഒരു വിരോധാഭാസം. അതുകൊണ്ട് മനുഷ്യരെ ഇങ്ങനെ വൈകാരികമായി ഇങ്ങനെ പണിത് ഒരു വിധത്തിലും ദൈവം തന്ന തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കരുത്, ചിന്തിച്ചാൽ തട്ടുകേടാണ്, ചിന്തിച്ചാൽ നരകത്തിൽ പോകുമെന്നൊക്കെ പഠിപ്പിച്ച് അതുകൊണ്ട് എന്ത് വിളമ്പി കൊടുത്താലും അവർ വാപിടിച്ച് തിന്നുന്ന ഒരവസ്ഥയിലേക്ക് അവരെ ആക്കി വെച്ചു. ഇത് വാസ്തവത്തിൽ ജനദ്രോഹമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു അധ്യാപകനായി ജോലി ചെയ്ത എനിക്ക് ഇതിനേക്കാൾ വലിയൊരു പാതകം ഒരു ജനത്തോട് ചെയ്യാനില്ല എന്നത് വളരെ കൃത്യമായ ബോധ്യമുണ്ട്.
ജനങ്ങളെ യേശു പറഞ്ഞു അവർക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാക്കുവാനായിട്ട് ഞാൻ വന്നു. ഈ സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യർക്ക് നൽകിയ എല്ലാ സാധ്യതകളുടെയും സമീകൃതമായ വികസനമാണ് സമർത്ഥമായ ജീവൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ വിലങ്ങുതടിയാണിത്. ചിന്തിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഏത് അന്ധവിശ്വാസവും ഏത് പൊട്ടത്തരവും വിളിച്ചു കൊടുത്താൽ അത് ദൈവികമാണ് എന്ന് പറഞ്ഞ് മനുഷ്യൻ വിശ്വസിക്കത്തക്ക വേണം അവരെ ഇപ്രകാരം കുട്ടിച്ചോറാക്കി വെക്കുന്ന ഈ വ്യവസ്ഥയെ വലിയ ഒരു അപരാധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാൻ സമയമായി. അതായത് ദുഃഖശനി എന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിച്ച ഈ ദിവസമെങ്കിലും നിങ്ങൾ സ്വയം ചിന്തിക്കുക. പൗരോഹിത്യവർഗത്തിൻ്റെ ഈ കപടതകൾ നൂറ്റാണ്ടുകളായി, കാലാകാലങ്ങളായി, കഴിഞ്ഞ 2025 പരം വർഷങ്ങളായി നമ്മെ അടിമകളായി. കർത്താവായ യേശു ക്രിസ്തു ഏത് ലക്ഷ്യത്തോടു കൂടിയാണോ ഇവിടെ എത്തിയത് അതിനെല്ലാം ഘടകവിരുദ്ധമായി ആ ക്രിസ്തുവിനെ കച്ചവടമടിക്കുന്ന ഈ പൗരോഹിത്യ വൃത്തത്തിൻ്റെ ഈ കപടതകൾ മനസ്സിലാക്കുവാൻ, അതിനെക്കുറിച്ച് അല്പസമയം ചിന്തിക്കണമെന്ന് മാത്രം കരുതിയാണ് i2 ന്യൂസ് ഇന്ന് ഈ ചിന്തകൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രൊഫസർ ഡോക്ടർ വത്സൻ തമ്പു സാറിനോടുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഏവർക്കും ഞങ്ങളുടെ നമസ്കാരം. i2 ന്യൂസ്, an eye for truth. i2 ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.